CJP പ്രതിഷേധത്തിന് പിന്തുണയേറുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുകയും ചെയ്തതോടെ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിഞ്ഞ ദിവസം കൂടിയാണ് ഇന്ന്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നാണ് വാഗ്ദാനം. രാജ്യത്തെ യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയാണെന്നായിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചടി. ധർമ്മേന്ദ്ര പ്രധാന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവർത്തിച്ചു. രാജിയിൽ കുറഞ്ഞൊരു അനുനയത്തിനുമില്ലെന്ന് പ്രഖ്യാപിച്ച് CJPയും മോദിയുടെ നിർദ്ദേശം തള്ളി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചു. രാവിലെ പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചത് സംഘർഷ സമാന സാഹചര്യത്തിന് ഇടയാക്കി. റിപ്പോർട്ടിലേക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ മൗനം കൊണ്ട് അവഗണിച്ച പ്രധാനമന്ത്രിക്ക് ഒടുവിൽ പ്രതികരിക്കേണ്ടി വന്നു. 34-ാം ദിവസത്തിലെത്തുമ്പോൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. ആദ്യം അകലം പാലിച്ച രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും വലുതായി ഒന്നുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് എത്രയും വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വിദ്യാർത്ഥി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാർ നടപടികളുടെ തുടർച്ചയാണിതെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കോൺഗ്രസും CJPയും തള്ളി. യുവാക്കളുടെ ഭാവി തകർത്തത് പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായി കൈയടക്കാനും തകർക്കാനും പ്രോത്സാഹനം നൽകിയ സർക്കാർ ഉത്തരവാദികളായ എല്ലാ വ്യക്തികളെയും സംരക്ഷിച്ചതായും രാഹുൽ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ ജന്തർ മന്തർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായ 4-ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും 3 തവണ തടസ്സപ്പെട്ടു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും മന്ത്രി രാജിവെച്ച ശേഷം ചർച്ച എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആദ്യം ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്ന സർക്കാർ തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് യുവാക്കൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയ കാര്യം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഓർമ്മിപ്പിച്ചു. ചട്ടം 267 പ്രകാരം ചർച്ച വേണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെന്നും ഖാർഗെ. സർക്കാർ ആകെ ആയെ സ്റ്റേറ്റ്മെന്റ് दिए कि जो इस्तीफा हम पूछ रहे हैं एजुकेशन मिनिस्टर इस्तीफा देना चाहिए और लाखों हजारों लोग आज रास्ते पे गिरे हुए लाठीचार्ज हो गई है और बहुत से हॉस्पिटल्स में हैं और उनके माँ बाप परेशान हैं। इसीलिए मैं आपसे विनती करता हूँ उनका एजुकेशन पहला लीजिए. പ്രതിപക്ഷം പുതിയ നിബന്ധനകൾ വെച്ച് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. नीट पेपर लीक को लेकर के इस सदन में और राज्यसभा में हम जिस प्रकार से विपक्ष चाहता है, जिस तारीख को चाहता है, जितना समय चाहिए चर्चा के लिए सरकार तैयार है. हमने आश्वासन दिया. आज सवेरे आदरणीय प्रधानमंत्री जी ने भी देश के सामने में बहुत अच्छे संदेश दिया है कि नीट पेपर लीक को लेकर के जो भी दोषी पाया गया है उनको कड़ी सजा के लिए फास्ट ट्रैक कोर्ट भी बनाने का आदेश दिया गया है. രാവിലെ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ നടന്ന പ്രതിഷേധത്തിനിടെ NDA ഇന്ത്യ സഖ്യാംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ നേർക്കുനേർ വന്നത് കയ്യാങ്കളിയുടെ അക്കോളമെത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നെഴുതിയ പോസ്റ്റർ ജോൺ ബ്രിട്ടാസിന്റെ കയ്യിൽ നിന്ന് BJP അംഗം അരുൺ സിംഗ് പിടിച്ചുവാങ്ങി. ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മതിൽ തീർത്താണ് തർക്കം ഒഴിവാക്കിയത്. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. എന്നാൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് ഭരണപക്ഷം രാഹുൽ ഗാന്ധിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കി. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.